ഹായ് ഫ്രണ്ട്സ്, ആദംസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇത് ബാലരാമപുരം കൈത്തറി തെരുവാണ്. അഗസ്ത്യർ സ്വാമി ക്ഷേത്രത്തിൻ്റെ കവാടത്തിലൂടെയാണ് ഈ തെരുവിലേക്ക് പ്രവേശിക്കുന്നത്. ഈ റോഡിൻ്റെ വലതുഭാഗത്തോട്ട് പോകുന്നത് ബാലരാമപുരം ജംഗ്ഷനാണ്. റോഡ് വികസനം നടക്കുന്നത് കാരണം കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ ഭാഗമൊക്കെയും വേറൊരു കാഴ്ചയാവും, വേറൊരു അവസ്ഥയാവും ഈ റോഡിൻ്റെ അവസ്ഥ. ലെഫ്റ്റിലോട്ട് പോകുന്ന നെയ്യാറ്റിൻകര റോഡാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ തെരുവിൻ്റെ എൻട്രൻസിലാണ്. ഈ തെരുവിൻ്റെ രണ്ട് ഭാഗത്തും ഈ കൈത്തറി വ്യവസായമാണ് നടക്കുന്നത്. ഇപ്പോൾ ഓണത്തിൻ്റെ ഭയങ്കരമായ ഒരു തിരക്ക് വീണ്ടും ഇവിടെ വന്നു തുടങ്ങിയിരിക്കുകയാണ്. ഈ ദിവസങ്ങളിലും ഭയങ്കരമായിട്ടുള്ള തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. കാരണം പ്രത്യേകിച്ച് ഇവിടെ ഒറിജിനലായിട്ടുള്ള പ്യുവറായിട്ടുള്ള കൈത്തറി ഉൽപ്പന്നം നമുക്ക് ലഭ്യമാകുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, വളരെ വിലക്കുറവിലൂടെ ലഭിക്കുന്നുണ്ട്. ഇതാണ് ബാലരാമപുരം കൈത്തറിയെ മറ്റെല്ലാത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഇപ്പോൾ തന്നെ അറിയാം, ഇവിടെ എല്ലാം ഭയങ്കര തിരക്കാണ്. പിന്നെ പ്രത്യേകിച്ച് കാർ പാർക്കിങ്ങിനുള്ള സൗകര്യം ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ നടപ്പാത, ഈ റോഡ് നേരെ പോയി ചേരുന്നത് ആ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ്. അതിൻ്റെ ലെഫ്റ്റിലാണ് കാർ പാർക്കിംഗ്. ഈ കടകളുടെ എല്ലാം പുറകിൽ വീടുകളാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ വീട്ടിൽ വെച്ചിട്ടാണ് ഈ ഡ്രസ്സും ബാക്കി കാര്യങ്ങളെല്ലാം, സാരി, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം നിർമ്മിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും എല്ലാ വീട്ടിലുമുണ്ട്. നമുക്കിപ്പോൾ ഈ നടന്നു പോകുമ്പോൾ തന്നെ ഈ ഫ്രണ്ടിൽ കംപ്ലീറ്റ് ഇഷ്ടം പോലെ എന്ത് പറയാൻ വസ്ത്രങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും വിലക്കുറവാണ്. 250 രൂപയ്ക്കാണ് ഈ ഒരു സാരി, ഈ കൈത്തറി സാരി ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാത്തിൻ്റെയും വളരെ വിലക്കുറവിലാണ്. ഇത് ഒരു വീടിൻ്റെ മുൻപിലാണ് ഈ കാണപ്പെടുന്നത്. ആ വീട്ടിലെ ഉൽപ്പന്നമാണിത്. അപ്പോൾ ഇതേപോലെ ഈ തെരുവിലുള്ള എല്ലാ വീടുകളുടെയും പുറകിൽ ഇവർക്ക് ഇതിനുള്ള നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. ഈ റോഡിൻ്റെ രണ്ട് ഭാഗത്തും ഇത് തന്നെയാണ്. കണ്ടോ, അവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും, എല്ലാ വീട്ടിലും ഇത് തന്നെയാണ്. ആ നേരെ കാണുന്നതാണ് അഗസ്ത്യർ സ്വാമി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ ഇടതുവശത്തോട്ടും വലതുവശത്തോട്ടുമൊക്കെ വഴിയുണ്ട്. ഇവിടെ എല്ലാം ഇത്തരത്തിലുള്ള വീടുകളും അവരുടെ ബിസിനസ്സുമാണ് നടത്തുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ഇടതുഭാഗത്താണ് കാർ പാർക്കിംഗ്. വലതുവശത്തോട്ട് പോയിട്ട് ആ ക്ഷേത്രത്തിൻ്റെ ബാക്കിൽ കൂടിയാണ് കാർ പാർക്കിങ്ങിന് പോകേണ്ടുന്നത്. ഈ ഭാഗത്തുമൊക്കെ വളരെ വലിയ കടകളുണ്ട്. നമുക്ക് ആ കാർ പാർക്കിംഗ് ഒന്ന് കണ്ടിട്ട് വരാം. ഇതുവഴി ഇതിൻ്റെ ലെഫ്റ്റിലൂടെ നമുക്ക് നടന്നു പോകാം. ഈ ക്ഷേത്രം ചുറ്റിയാണ് കാർ പാർക്കിങ്ങിന് വരേണ്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതുവഴി പോകുമ്പോൾ അറിയാം, അതാണ് കാറ് കിടപ്പുണ്ട്. ഇതുവഴിയാണ് നമുക്ക് ആ വരുന്ന കാറ് കണ്ടോ, ഈ കാറ് വലത് ഭാഗത്തോട്ട് അങ്ങോട്ട് പോകും. അതുവഴിയാണ് വരേണ്ടുന്നത്. ഈ തെരുവ് മുഴുവനും കാർ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് അവർ വളരെയധികം സജ്ജമാക്കിയിട്ടുണ്ട്. ഓണം സമയമാകുമ്പോൾ, അതായത് 2-3 ദിവസം കൂടെ കഴിയുമ്പോൾ തന്നെ ഇവിടെ ഒത്തിരി വോളണ്ടിയേഴ്സും പോലീസും ഒക്കെ ഉണ്ടാകും നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ. അപ്പോൾ അങ്ങനെ ഇതിനെല്ലാത്തിനുമുള്ള വളരെ സൗകര്യങ്ങളുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫാമിലിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഡ്രസ്സും, കൈത്തറി ഉൽപ്പന്നങ്ങൾ നമുക്കിവിടെ നിന്ന് ലഭിക്കുന്നതാണ്. ഓണത്തിന് പ്രത്യേകിച്ച് ഒരു വീട്ടിൽ എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള കൈത്തറി ഉൽപ്പന്നങ്ങൾ നമുക്ക് വളരെ വില കുറച്ച് ലഭ്യമാകുന്നതാണ്. അതാണ് ബാലരാമപുരം കൈത്തറിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ബാലരാമപുരത്തുനിന്ന് വാങ്ങുമ്പോൾ കൈത്തറി ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേകിച്ച് വില കുറവ് ഉണ്ടായിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഓണ സമയമാകുമ്പോൾ കണ്ടോ, 2 സാരി വാങ്ങുമ്പോൾ ഒരു സാരി ഫ്രീ ആണ്. 2 സാരിക്ക് 850 രൂപയാണ്. അപ്പോൾ അങ്ങനെ എല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ. പ്രത്യേകിച്ച് ഓണമാകുമ്പോൾ കൂടുതൽ ഓഫറും കൂടുതൽ വില കുറച്ചുമൊക്കെയാണ് ഇവിടെ ലഭ്യമാകുന്നത്. മിക്കവാറും എല്ലാ കടകളുടെ മുൻപിലും ഇതേപോലുള്ള വിലവിവര പട്ടികയൊക്കെ വെച്ചിട്ടുണ്ട്. അല്ലാതെ തന്നെയും നമുക്ക് എല്ലാ കടകളിലും കയറി സന്ദർശിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എല്ലാവർക്കും അതിനുള്ള ഒരു പെർമിഷനുമുണ്ട്. അപ്പോൾ എന്താണ്ടോ, എല്ലാ കടകളുടെയും ഫ്രണ്ടിൽ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് ബോർഡുകൾ. ഓക്കെ ഗൈസ്, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.